ഇവിടെ വ്യത്യസ്തമായ ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിന്റെ വചനം തന്നെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഏതാനും കാര്യങ്ങൾ നമ്മൾ വചനത്തിലൂടെ ഒന്ന് മനസ്സിലാക്കി കർത്താവിൻ്റെ വചനം നമ്മളെ എന്താണ് പറഞ്ഞു തരുന്നത് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. പക്ഷേ നമ്മുടെ ഹൃദയം അസ്വസ്ഥമായിരിക്കുമ്പോൾ, ഹൃദയം ആകുലപ്പെട്ടിരിക്കുമ്പോൾ, ഹൃദയം വിങ്ങുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് 1 സാമുവേൽ 1-ാം അധ്യായത്തിൻ്റെ 9 മുതലുള്ള വചനങ്ങൾ വായിച്ചാൽ അതിനകത്ത് കാണാൻ പറ്റും. വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ് ഹന്ന എങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. ഹൃദയം വിങ്ങുമ്പോൾ, ഹൃദയം നൊന്ത് ഇരിക്കുമ്പോൾ, അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ ഇവിടെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഹന്ന നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് 1 സാമുവേൽ 1-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. ഹന്ന കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. അവളൊരു നേർച്ച നേർന്നു, സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങനെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവളെ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു. അതരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നതുമില്ല. അതിനാൽ അവൾ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഏലിക്ക് തോന്നി. ഏലി അവളോട് പറഞ്ഞു, എത്ര നേരം നീ ഉന്മത്തയായിരിക്കും? നിന്റെ ലഹരി അവസാനിപ്പിക്കുക. ഹന്ന പ്രതിവചിച്ചു, എൻ്റെ ഗുരു അങ്ങനെയല്ല, വളരെയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. എന്നാ പറയുന്നൊരു കാര്യം, ഗുരു അങ്ങനെയല്ല, പുരോഹിത അങ്ങനെയല്ല, ഒത്തിരിയേറെ മനോവേദന അനുഭവിക്കുന്നവളാണ് ഞാൻ. അതുകൊണ്ട് വീഞ്ഞോ ലഹരി പാനീയങ്ങളോ ഞാൻ കഴിച്ചിട്ടില്ല. കർത്താവിൻ്റെ മുമ്പിൽ, ശ്രദ്ധിച്ചു കേൾക്കുക, കർത്താവിൻ്റെ മുമ്പിൽ എൻ്റെ ഹൃദയവികാരങ്ങൾ ഞാൻ പകരുകയായിരുന്നു. കർത്താവിൻ്റെ മുമ്പിൽ. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്നു, അത്യധികമായ ആകുലതയും അസ്വസ്ഥതയും മൂലമാണ് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ, അവൾ തൻ്റെ ഹൃദയവികാരങ്ങൾ മുഴുവനും കണ്ണുനീരോടെ നിലവിളിയായി ദൈവസന്നിധിയിലേക്ക് കൊടുത്തു. ഒരു തരത്തിലുള്ള പ്രാർത്ഥനയാണ്. അതായത് ഹൃദയം ഭാരപ്പെട്ടിരിക്കുമ്പോൾ, അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ, ഹൃദയം വിങ്ങുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ എല്ലാ ഹൃദയവികാരങ്ങളും തമ്പുരാന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റണം. ഇത് നമ്മൾ ചുറ്റുപാടുള്ളവരടുത്തും നാട്ടുകാരുടെ അടുത്തും വീട്ടുകാരുടെ അടുത്തും ഒക്കെയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയും അസ്വസ്ഥതകളൊക്കെ നിരന്തരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. പങ്കുവെക്കണ്ട എന്നല്ല അതിനർത്ഥം. മറിച്ച് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെ കാണുമെന്നുള്ളതാണ്. അപ്പോൾ മനോവേദനയോടെ ഇവള് പറഞ്ഞു, ഗുരു ഞാൻ ഒത്തിരി മനോവേദനയോടുകൂടി ഇരിക്കുന്നത്. അപ്പോൾ മനോവേദനയോടുകൂടി അങ്ങനെ ഒരു അവസ്ഥയിൽ, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ ഹൃദയം ആയിരിക്കുമ്പോൾ, ഹൃദയം അസ്വസ്ഥപ്പെട്ടിരിക്കുമ്പോൾ ഹന്ന എങ്ങനെ പ്രാർത്ഥിച്ചു എന്നുള്ളത് നമുക്കൊരു മാതൃകയാണ്. ഹന്ന തമ്പുരാന്റെ മുമ്പിലേക്ക് എല്ലാം അങ്ങോട്ട് ഇറക്കി വെച്ചിട്ട്, എല്ലാ വേദനകളും ഇറക്കി വെച്ചിട്ട്, എല്ലാ വിഷമവും ഇറക്കി വെച്ചിട്ട് തമ്പുരാന്റെ മുമ്പിൽ ഉന്മത്തയെ പോലെ നിലവിളിച്ചങ്ങോട്ട് കരയാൻ തുടങ്ങി. അതുകൊണ്ടാണ് പുരോഹിതൻ വന്നപ്പോൾ നോക്കിയപ്പോൾ അവളിങ്ങനെ വിങ്ങി പൊട്ടുന്നുണ്ട്, അവള് എന്തൊക്കെയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. അത് കണ്ടപ്പോൾ പുരോഹിതൻ വിചാരിച്ചു ഇവള് വീഞ്ഞു കുടിച്ച് ഉന്മത്തയായതാണ്. അപ്പോൾ അവള് പറഞ്ഞു, അല്ല, എൻ്റെ ഹൃദയം വിങ്ങുന്നു. ആ ഹൃദയത്തിൻ്റെ വിങ്ങലുകള് കണ്ണുനീരായി നിലവിളിയായി ദൈവസന്നിധിയിലേക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കർത്താവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ് പ്രിയപ്പെട്ടവരെ ഹന്ന നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി വെനസഭയ്ക്ക് നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു മനസ്സിന്റെ വ്യതയോ ഒരു അസ്വസ്ഥതയോ ഹൃദയത്തെ ഇങ്ങനെ ഭാരപ്പെടുത്തുന്ന ഏതെങ്കിലും വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾ അലട്ടുന്നുണ്ടെങ്കിൽ അതെല്ലാം തമ്പുരാന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റും. അതായത് നമ്മളിൽ നിന്നും പുറത്തോട്ടെറിയാൻ നമുക്ക്. അതാണ് ഹന്ന ചെയ്തത്. ഹന്നയുടെ ഉള്ളിന്റെ മുഴുവൻ വേദനയും പുറത്തോട്ട് അങ്ങോട്ട് വലിച്ചിട്ടു. നമ്മൾ ഈ വഴിയോരങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, ഈ വേസ്റ്റ് ബിന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കൊണ്ടുവന്ന് വേസ്റ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് കണ്ട് മാറി കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ പട്ടിയോ അല്ലെങ്കിൽ കാക്കയോ ഒക്കെ അവിടെ വന്നിട്ട് എങ്ങനെയെങ്കിലും എന്നിട്ട് തട്ടിമറിച്ചിട്ട് അതിനകത്തുള്ള മുഴുവൻ സാധനങ്ങൾ വലിച്ച് പുറത്തേക്ക് ഇടും. എന്നിട്ട് അതിന് ആവശ്യമുള്ളതൊക്കെ പറക്കിയെടുക്കും, എല്ലാം അങ്ങോട്ട് പുറത്തേക്ക് ഇടും. എന്ന് പറയുന്ന പോലെ അവളുടെ ഉള്ളിൽ കടന്നിരുന്ന മുഴുവൻ വേസ്റ്റ് അവൾ എന്നാ ചെയ്ത് എല്ലാ അസ്വസ്ഥതകളുടെ കാരണങ്ങളെ തമ്പുരാന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് വലിച്ചിടുകയാണ്. എല്ലാം കൂടെ ഇറക്കി വെക്കാൻ പറ്റി. ഇത് നമ്മുടെ പ്രാർത്ഥനകളുടെ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ പിടിച്ചു വെച്ചേക്കുക.
നമ്മുടെ വിഷമങ്ങളെയും നമ്മുടെ വേദനകളെയും നമ്മുടെ ചങ്കിൽ പിടിച്ചു വെച്ചുകൊണ്ട് തമ്പുരാനെ പ്രവർത്തിക്കണമേ, ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ അസ്വസ്ഥത മാറ്റണമേ, എൻ്റെ മനസ്സിൻ്റെ വേദന മാറ്റണമേ, എൻ്റെ വിഷമം മാറ്റി തരണമേ, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം തരണമേ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ നമ്മുടെ വേദനകളെ പിടിച്ചു വെച്ചിട്ട് തമ്പുരാന് കൊടുക്കാൻ മാത്രം ഒരു തുറവില്ലാത്തതിൻ്റെ പേരിൽ ദൈവത്തിന് ഇങ്ങനെ വചനം പറയുന്നില്ല, കർത്താവ് നമ്മുടെ ഹൃദയമാകുന്ന കവാടത്തെങ്കിൽ വന്ന് കൊട്ടിക്കൊണ്ടിരിക്കുക, തുറന്നു കൊടുക്കാത്തത് കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഹന്നാ ചെയ്തന്നെ തൻ്റെ മനോവേദനയെ, തൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ, തൻ്റെ ജീവിതത്തിൻ്റെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം തൻ്റെ ഹൃദയത്തിൽ നിന്നും പുറത്തോട്ട് അങ്ങോട്ട് ഇട്ടു. അതെവിടെയായിരുന്നിട്ട്? തമ്പുരാന്റെ മുമ്പിൽ, നാട്ടുകാരുടെ മുമ്പിലല്ല, അച്ഛൻ്റെ മുമ്പിൽ പോലും അല്ല, പുരോഹിതന്റെ മുമ്പിൽ പോലും അല്ല അവളിട്ടത്. പുരോഹിതൻ അവിടെ ഉണ്ടായിരുന്നു. പുരോഹിതന്റെ അടുത്ത് പോലും പോകാതെ തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് തമ്പുരാന്റെ മുമ്പിലേക്കാണ് അവളുടെ ഉള്ളിൽ കിടന്നിരുന്നത് മുഴുവനും അവൾ പുറത്തേക്ക് ഇറക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഉള്ളിൽ കിടക്കുന്നത് പുറത്തോട്ട് കളയുന്നത് ഒരു പ്രാർത്ഥനയാണ്. അതാണ് ഹന്ന നമ്മളെ പഠിപ്പിച്ചത്. അപ്പം മനോവേദന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിനുള്ളിൽ എന്തൊക്കെയോ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അതേക്കുറിച്ച് രാവും പകലും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ആ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഹന്ന നമ്മളെ പഠിപ്പിച്ചേ. ഇപ്പൊ മനസ്സിന്റെ വ്യഥയും മനസ്സിന്റെ ആകുലതകളും അസ്വസ്ഥതകളും ഉത്കണ്ഠകളും നമ്മളെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവ് പറഞ്ഞില്ലേ, നിന്റെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുക, ദൈവത്തിൽ അർപ്പിക്കുക. അതാ ഹന്ന ചെയ്ത്. തന്റെ ഉള്ളിൽ കിടന്നൊക്കെ പുറത്തോട്ടിട്ടു. ഇട്ടത് കർത്താവിന്റെ കരങ്ങളിലേക്ക്, സുരക്ഷിതമായ കരങ്ങളിലേക്ക്, ഉത്തരം കിട്ടാൻ സാധ്യത ഉള്ള കരങ്ങളിലേക്കാണ് ഹന്ന തന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ ഇട്ടത്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൽ 38 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ മർത്തായെയും മറിയത്തെയും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് ദേഷ്യം വരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, എന്നാ പറയണമെന്ന് ഇവിടെ സുവിശേഷ നമ്മളെ പഠിപ്പിക്കുകയാണ്. ചില സമയത്തൊക്കെ നമ്മുടെ സകല കൺട്രോളും പോകും, അല്ലേ? നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർ മൂലമോ ലോകത്തിൻ്റെ ചില പ്രശ്നങ്ങൾ മൂലമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ ചില പ്രശ്നങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ഒരു അരഗൻസ്, ഒരു ദേഷ്യം നമ്മുടെ മനസ്സിൽ വരാം. അങ്ങനെ വരുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മർത്ത നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകനെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്കൊന്ന് ജെറമിയ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ജെറമിയ പ്രവാചകനെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ മർത്ത പറഞ്ഞ എന്നാണെന്നറിയോ? മർത്ത കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പരാതി പറയാൻ തുടങ്ങി. ഇതെന്നാ ചെയ്യുന്നത്? ഇത് കണ്ടില്ലേ, മറിയ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, ഈ വീട്ടിൽ ജോലിയെ കാര്യം എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ എന്നാ പറഞ്ഞ് അവൾ പറയാൻ ശ്രമിക്കുന്നത്. അവളുടെ ദേഷ്യവും അവളുടെ ആ വൈകാരികമായി നിന്ന അവസ്ഥകളെല്ലാം അവൾ ചെയ്തത് എന്താന്ന് വെച്ചാൽ, അവള് കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പരാതിയായിട്ട് പരിഭവമായിട്ട് പറയുക. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരാണ്, തീർച്ചയായിട്ടും നമുക്കും വികാരങ്ങളുണ്ട്, നമുക്ക് ആകുലതകളുണ്ടാകാം, നമുക്ക് അസ്വസ്ഥതകളുണ്ടാകാം, നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം, നമുക്ക് ദേഷ്യം വരാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ തമ്പുരാൻ്റെ അടുത്തേക്ക് വന്നിട്ട് മർത്ത പറഞ്ഞോ, തൻ്റെ ദേഷ്യം മുഴുവനും തമ്പുരാൻ്റെ അടുത്തേക്കാണ് തീർക്കുന്നത്. എല്ലാ ദേഷ്യവും, ആ വികാരം മുഴുവനും, അല്ലെ? വൈകാരിക പ്രക്ഷോഭം നമ്മളിലേക്ക് വരുമ്പോൾ സംഭവിക്കാം. അമിതമായ ദേഷ്യം ഉണ്ടാകാം, വാശി ഉണ്ടാകാം, പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാകാം, എന്തും ആയിക്കൊള്ളട്ടെ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില അവസ്ഥ, അന്തരീക്ഷമാകാം. അങ്ങനെയൊക്കെ ഒരു തമ്പുരാൻ്റെ അടുത്ത് വന്നിട്ട് തമ്പുരാൻ്റെ അടുത്ത് പറയും, എനിക്കിത് പറ്റണില്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റില്ല കർത്താവേ, പറ. നമ്മൾ ഈ ചില യൂത്തിലെ പിള്ളേരൊക്കെ പറയാറുണ്ട്, അച്ഛാ ഞങ്ങൾ ഈശോയെ ഞങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് എടുത്തേക്കുന്നത്. അവർ പറയാറുള്ള കാര്യമാണ്, എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം വരുമ്പോൾ വാതിലടച്ചിട്ട് ഒന്നില്ലെങ്കിൽ ഈശോയുടെ രൂപത്തെ നോക്കിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും. എന്നാലും ഇങ്ങനെ കാണിച്ചത് ശരിയായില്ല, എന്നാൽ അവൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എന്നാലും നീ അത് നോക്കി നിന്നില്ലേ. കർത്താവിൻ്റെ അടുത്താണ് പറയുന്നത്. എന്നെ അവരിങ്ങനെ കളിയാക്കിയപ്പോൾ നീ അത് നോക്കി നിന്നില്ലേ, ഞാൻ പരീക്ഷയ്ക്ക് തോറ്റുപോയില്ല, എനിക്ക് 2 മാർക്ക് കുറഞ്ഞു. അതായത് മനസ്സിൽ കിടക്കുന്ന മുഴുവൻ ദേഷ്യമുണ്ടല്ലോ, അത് മുഴുവനും കർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുക. നോക്കിയേ, ഇപ്പൊ ദൈവമായിട്ട് അങ്ങനെ ഒരു അടുപ്പം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. കാരണം നമ്മൾ വൈകാരിക മനുഷ്യരായതുകൊണ്ട്, സ്വാഭാവികമായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട്, ലോകത്തിന്റെ പല കാര്യങ്ങളും നിരന്തരം നമ്മളെ ആകുലപ്പെടുത്താനും അസ്വസ്ഥപ്പെടുത്താനും ഭാരപ്പെടുത്താനും സാധ്യതയുള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ എങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിലനിർത്താൻ പറ്റും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായാലും എങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇതാണ് നമ്മൾ നിരന്തരം ആലോചിക്കേണ്ടത്. അതാണ് ദൈവം നമ്മളിൽ ആഗ്രഹിക്കുന്നത്. ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, അനുദിന വിശ്വാസ ജീവിതം, വിശുദ്ധ ജീവിതം, ഇതൊക്കെ പോറലേൽക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നിരന്തരം ആലോചിക്കേണ്ടത്.
അപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ വൈകാരിക മനുഷ്യരായതുകൊണ്ട് അനുദിന ജീവിതത്തിന്റെ അസ്വസ്ഥതകളൊക്കെ നമ്മളെ അമിതമായി ആകുലപ്പെടുത്താനും അസ്വസ്ഥപ്പെടുത്താനും ഭാരപ്പെടുത്താനും ഒക്കെ സാധ്യത ഉള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യണമെന്ന് പഠിച്ചിരിക്കണം. അപ്പൊ മർത്തയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ, മറിയം കർത്താവ് വന്നു കഴിഞ്ഞപ്പോൾ ഓടി വന്ന് കർത്താവിന്റെ കാൽപാദത്തെങ്കിൽ ഇരുന്നു. അപ്പൊ അതും വേറൊരു പ്രാർത്ഥനാ വിഷയമാണ്. നമ്മുടെ ഹൃദയം ശാന്തമാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഹൃദയം കൂളാണെങ്കിൽ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മറിയം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ചുമ്മാ പോയി തമ്പുരാൻ്റെ അടുത്തിരിക്കുക, ഒന്നും പറയണ്ട. ചുമ്മാ തമ്പുരാൻ്റെ അടുത്തിരിക്കുക, തമ്പുരാൻ പറയുന്നത് മാത്രം കേൾക്കുക. ഇതാണ് ഹൃദയത്തിനൊരു സ്വസ്ഥത വരുമ്പോൾ, ഇതാണ് ആത്മീയതയിൽ നമ്മൾ ശാന്തരാകാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്നതിനാ. നമ്മൾ ഒത്തിരി കാര്യങ്ങളൊന്നും ദൈവത്തിൻ്റെ അടുത്ത് പറയില്ല. തമ്പുരാന് പറയാനുള്ളത് കേൾക്കാനുള്ള സമയം നമ്മളെടുത്തിട്ട് ചുമ്മാ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് ആ സാന്നിധ്യം നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങും, ആസ്വദിക്കാൻ തുടങ്ങും. പക്ഷെ മർത്ത ഭയങ്കര അങ്ങോട്ട് ദേഷ്യപ്പെട്ടിട്ട് വികാരഭരിതയായിട്ട് വന്നിട്ട് ഓടി വന്നിട്ട്, ഇത് ശരിയാകുകയല്ലോ, കർത്താവ് ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും ശരിയാക്കിയിട്ടില്ല, അവൾ വന്നപ്പോൾ മുതൽ ഇതാണ്ട് ഇവിടെ കുത്തിയിരിക്കുക, ഞാൻ കിടന്ന് അടുക്കളയിൽ കിടന്ന് അതുണ്ടാക്കുന്നതിനും കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ചിലപ്പോൾ ഇവർ തലേ ദിവസത്തെ ചിലപ്പോൾ പഴങ്കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നായിരിക്കും, അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരിക്കും കർത്താവ് വരുന്നത്. തീർച്ചയായിട്ടും ഒരു ഗസ്റ്റ് വരും. അത് ഈശോ നമുക്കറിയാം, എപ്പോഴൊക്കെ ജെറുസലേമിലേക്ക് വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഇവരുടെ ഭവനത്തിൽ കയറുക. അത് എളുപ്പ റൂട്ടായതുകൊണ്ട് ആ റൂട്ടിലൂടെയാണ് കർത്താവ് വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കർത്താവ് ഇവിടെ ഭവനത്തിൽ കയറുമായിരുന്നു. അപ്പോൾ വരുമ്പോൾ ഒക്കെ ഇവരുടെ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞ് ഭയങ്കരമാണ്. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും ആ ഭവനത്തിൽ വന്നുകൊണ്ടിരുന്നത്. ഈശോ ഒത്തിരി സ്നേഹിച്ചിരുന്നൊരു കുടുംബം. അപ്പൊ അങ്ങനെ കയറി ഇറങ്ങി വരുമ്പോൾ തീർച്ചയായിട്ടും വല്ലപ്പോഴും ഈശോ വരുമ്പോൾ ഈശോയ്ക്ക് എന്തെങ്കിലും നല്ല ഭക്ഷണം കൊടുക്കണോ എന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിന്റെ വെളിച്ചത്തിൽ മർത്ത കടന്ന് നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. അവിടെ പോകുന്നു, തീ ഊതുന്നു. നമ്മുടെ ഇന്നത്തെ പോലെ ഗ്യാസും മറ്റേ മൈക്രോവേവും ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മർത്ത കടന്ന് വിറകെടുക്കാൻ പോകുന്നു, തീ കത്തിക്കുന്നു, അതിനിടയിൽ കലം വയ്ക്കുന്നു, കഞ്ഞിക്ക് വെള്ളം ഇടുന്നു, അരി നോക്കാൻ പോകുന്നു. തിരിച്ചു വന്ന് അങ്ങോട്ട് നോക്കിയപ്പോൾ മറിയം നല്ല കൂളായിട്ട് കർത്താവിൻ്റെ കാൽപാദത്തിൽ ഇരിക്കുക. നമുക്കാണെങ്കിൽ ദേഷ്യം വരാതിരിക്കുമോ? എത്രയോ മരുമക്കൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ നാത്തൂന് ഒരെണ്ണമുണ്ട് വീട്ടിൽ, ഒരു പണി എടുക്കല, വെറുതെ ഇരിക്കുക, എന്നിട്ട് എല്ലാ പണിയും എന്നെ കൊണ്ടേ ചെയ്യിക്കുന്നത്. ചില സമയത്ത് എനിക്കാണ് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ. ചില സമയത്ത് തൻ്റെ തള്ളയുടെ മോൾ ഇവിടെ ഇരിപ്പുണ്ടോ, മോളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കും, പച്ചയ്ക്ക് പറയുകയും ചെയ്യും. അത് തള്ളയുടെ അടുത്തല്ല പറയേണ്ടത്. മർത്ത പറഞ്ഞ ആരുടെ അടുത്താ? മർത്ത പറഞ്ഞത്, മർത്തയ്ക്ക് ദേഷ്യം വന്നപ്പോൾ മർത്ത പറഞ്ഞത്, മർത്ത ഓടി വന്നിട്ട് കർത്താവിൻ്റെ അടുത്താ പരാതി പറഞ്ഞത്. നീ പരാതി പറഞ്ഞോ? നീ ദൈവത്തിൻ്റെ അടുത്ത് പരാതി പറഞ്ഞോ? നിനക്കതിനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കർത്താവ് തന്നിട്ടുണ്ട്. നിനക്ക് പരാതി പറയാനും, നിന്റെ പരിഭവം പറയാനും, നിന്റെ വിഷമം പറയാനും, നിന്റെ വേദന പറയാനും, നിന്റെ സന്തോഷം പറയാനും, നിന്റെ സങ്കടം പറയാനും, നിനക്കുള്ളത് പങ്കുവയ്ക്കാനും, നിനക്കില്ലായ്മയിൽ ഓർത്ത് വേദനകൾ എല്ലാറ്റിനുള്ള അവസരം ജീവിക്കുന്നവനായ കർത്താവ് നിനക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഈ ഫ്രീഡം എടുത്തിട്ടാണ് മർത്ത ഓടി കർത്താവിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് വരും. എന്നാൽ പറയും, കാണിക്കുന്നത് തോന്നിവാസം ഉണ്ടോ? അതാ അവൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഈ കാണിക്കുന്നത് തോന്നിവാസ, എന്നെ കൊണ്ട് മുഴുവൻ പണിയും ചെയ്യിപ്പിച്ചിട്ട് ഇവളിവിടെ ചുമ്മാ കുത്തിയിരിക്കുക. നമുക്കാണെങ്കിൽ ദേഷ്യം വരാതിരിക്കുമോ? ചില വീടുകളിലൊക്കെ ഇപ്പോൾ ഒരാളെ ഉള്ളെങ്കിൽ വലിയ പ്രശ്നമില്ല, ഒന്നും രണ്ടും പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം മൂത്തവളെ കൊണ്ട് അമ്മ പറഞ്ഞ് ചെയ്യിപ്പിച്ചെന്ന് വിചാരിക്കാം. ആ സമയത്ത് ഇളയവൾ അവിടെ ഫോണും കുത്തിക്കൊണ്ടിരിക്കുവാണെങ്കിൽ മൂത്തവൾ എന്നെ പറയുന്നില്ല, മമ്മി അവളുടെ അടുത്ത് കൂടി പണി ചെയ്യാൻ പറയാം, അവൾക്ക് ഫോൺ കുത്താൻ എന്നെ കൊണ്ടാണല്ലോ പണി ചെയ്യിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ ഇളയവളുടെ അടുത്താണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് മൂത്തവൾ വെറുതെ അവിടെ നിന്ന് TV കാണുവാണെങ്കിൽ ഇളയവൾക്ക് സഹിക്കാൻ, എന്നാൽ പറഞ്ഞ കാര്യം ചെയ്യുന്നതിൽ വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമില്ല. ചിലപ്പോൾ ഒരു പാത്രം എടുത്ത് അങ്ങോട്ട് വെക്കാനോ 2 പാത്രം കഴുകാനോ ഒരു 5 മിനിറ്റത്തെ പണിയുള്ളായിരിക്കും. പക്ഷേ ഇവളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ പണി ചെയ്യുന്നു, അവൾ വെറുതെ ഇരിക്കുന്നു. ഞാൻ ജോലി ചെയ്യുന്നു, അവൾ വെറുതെ ഇരിക്കുന്നു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പുള്ളിൻ്റെ ഉള്ളിൽ ഒരു വികാരം അങ്ങോട്ട് ജനിക്കുക, എന്നാ ദേഷ്യം അങ്ങോട്ട് തോന്നുക. ആരോട്? സഹോദരിയോടോ കുടുംബാംഗങ്ങളോടോ അല്ലെങ്കിൽ ആരോ. അങ്ങനെ ഒരു ദേഷ്യം മനസ്സിൽ വന്നിട്ടാണ് ഒരുപക്ഷെ മർത്ത ഓടി വന്നിട്ട് കർത്താവിൻ്റെ അടുത്ത് പറയാണ്, കർത്താവ് ഇത് ശരിയാകുകയല്ല, ഇങ്ങനെ പോയാൽ ശരിയാകുകയല്ല, എന്നെ എല്ലാ പണിയും ചെയ്യാൻ ഒറ്റയ്ക്ക് ഇട്ടിട്ട്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ഒരു ദേഷ്യം വരുമ്പോൾ, ദേഷ്യം എന്നല്ല, നിന്റെ വൈകാരികമായിട്ട് നീ അസ്വസ്ഥപ്പെടുമ്പോൾ, നിരാശയാകാം, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാകാം, മിതമായ ഭയമാകാം, ദേഷ്യം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഓടി കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് പറയണം, എനിക്കിങ്ങനെ കുറച്ച് പരാതികളുണ്ട്, എനിക്കിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കർത്താവിൻ്റെ അടുത്ത് പറയാനേ നമുക്ക് നമ്മുടെ ദേഷ്യമൊക്കെ നമുക്ക് കർത്താവിനോട് കാണിക്കാം. ചിലരോട് ദൈവത്തോട് ദേഷ്യപ്പെടാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ എല്ലാ വിഷമങ്ങളും ദൈവത്തോട് പറയാം, ദൈവത്തോടല്ലേ നമുക്ക് പറയാനുള്ളത്.
ഇപ്പൊ ദൈവത്തോട് നമ്മുടെ ചില വിശുദ്ധരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്ന എങ്ങനെയല്ലേ, വിശുദ്ധ അൽഫോൻസാമയ്ക്ക് ഒരു ദിവസം സഹനം കുറഞ്ഞു കഴിഞ്ഞാൽ അൽഫോൻസാമ കർത്താവിനോട് പരാതി പറയും, എന്താ കർത്താവ്, നീ ഇന്ന് എന്നെ സ്നേഹിക്കുന്നില്ലേ? എന്താ ഇങ്ങനെയാ കാണിക്കുന്നത്? ഇന്നലകളിൽ എനിക്ക് ഒത്തിരി സഹനം തന്നതല്ലേ, ഇന്നലെ എനിക്ക് ഒത്തിരി വേദന തന്നതല്ലേ, ഇന്നലകളിൽ നിന്റെ ജീവിക്കുന്ന സാന്നിധ്യം എനിക്ക് ഇന്നെന്റെ വേദന കുറവാണല്ലോ, നീ ഇന്നെ മൈൻഡ് ചെയ്യുന്നില്ലേ, നീ ഇന്നെ സ്നേഹിക്കുന്നില്ലേ, നീ നിന്റെ കൂടെ ഇല്ലേ എന്നൊക്കെ കർത്താവിനോട് വിശുദ്ധ അൽഫോൻസാമ പരാതി പറയുമായിരുന്നു സഹനം കുറഞ്ഞു പോകുമ്പോൾ. അപ്പൊ ദൈവത്തോട് നമുക്ക് പരാതി പറയാം. നമ്മുടെ ഹൃദയത്തിൻ്റെ വിഷമവും ആ ഒരു അസ്വസ്ഥതയും ആ ഒരു ആകുലതയും ഈ പറയുന്ന ആ ഒരു വൈകാരികമായ അസ്വസ്ഥതകളുണ്ടല്ലോ, തകർന്നു പോകുന്ന അവസ്ഥകളുണ്ടല്ലോ, ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകൾ, അതെല്ലാം തമ്പുരാൻ്റെ അടുത്ത് പറയാതെ അതിനുള്ള ഫ്രീഡം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. അതൊരു പ്രാർത്ഥനയാണ്. ദൈവത്തോടൊപ്പമായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളും പ്രാർത്ഥനയുടെ അനുഭവമാണ്. അത് നീ പരാതി പറയാനായിട്ടാണോ ഇരിക്കുന്നത്, പരിഭവം പറയാനായിട്ടാണ് ഇരിക്കുന്നത്, കർത്താവിനോട് ദേഷ്യപ്പെടാനായിട്ട് ഇരിക്കുന്നത്, എന്തു ആയിക്കൊള്ളട്ടെ. മോശ കർത്താവിനോട് ദേഷ്യപ്പെട്ടില്ലേ? ജെറമിയ ദേഷ്യപ്പെട്ടില്ലേ? ജെറമിയ പറഞ്ഞു, ഞാൻ ഈ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവന്മാർ എന്നെ കൊല്ലാൻ നോക്കിക്കൊണ്ടിരിക്കും. ഞാനിനി ജെറമിയ പറയും, ഇനി ഈ പണിക്ക് എന്നെ കിട്ടുകയില്ല, കർത്താവ് വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ പറയും. അല്ല, ഈ കഷ്ടപ്പാടും ഈ പരിപാടിയൊക്കെ താ പറഞ്ഞെല്ലാം ചെയ്തിട്ട് ഇപ്പൊ അവസാനം അവന്മാരുടെ വായിലിരിക്കുന്ന മുഴുവൻ ഞാൻ കേൾക്കണം എന്നാ ജെറമിയ പറയുന്നത്. എന്തിനാ, എനിക്ക് വേറെ പണിയൊന്നുമില്ലേ? നമ്മൾ ചോദിക്കാറില്ലേ, ഇത്ര നല്ല കാര്യം ചെയ്തിട്ട് ഈ കഷ്ടപ്പെട്ട് ഈ നല്ല പ്രവൃത്തി ചെയ്തിട്ട് നന്മ ചെയ്തിട്ട് ഇനി അവന്റെ വായിലിരിക്കുന്ന കൂടി ഞാൻ കേൾക്കണമെന്ന് വിചാരിച്ചാൽ എന്തിനാന്നേ, ചെയ്യാതിരുന്നാ പോരെ, ഇനി വേണമെങ്കിൽ താ വേറെ ആരെങ്കിലും നോക്കിക്കോളാൻ പറഞ്ഞു. ജെറമിയായും മർത്തായും ഒക്കെ ചെയ്ത കാര്യം, അവരുടെ അസ്വസ്ഥതകളും ആ ദേഷ്യവും അങ്ങനെ പിറുപിറുപ്പൊക്കെ വന്നപ്പോൾ അവർ തമ്പുരാൻ്റെ അടുത്ത് വന്നിട്ട് പിറുപിറുക്കാൻ തുടങ്ങി. തമ്പുരാൻ്റെ അടുത്ത് വന്നിട്ടാണ് അവർ പിറുപിറുത്തത്. വീട്ടുകാരോടല്ല, വീട്ടുകാരിയോടല്ല, മക്കളോടല്ല, മാതാപിതാക്കളോടല്ല, ജീവിത പങ്കാളിയോടല്ല പിറുപിറുത്തത്, ദൈവത്തോട് പിറുപിറുത്തു. നമ്മൾ പറയാറുണ്ട്, പഴയ ദൈവത്തിൽ പറയുമ്പോൾ ദൈവത്തോട് പിറുപിറുക്കരുതെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് മറ്റൊരു അർത്ഥത്തിലാണ്. അത് ദൈവത്തിന്റെ ശക്തിയെ കുറച്ച് കാണിക്കുന്ന. ഇതങ്ങനെയല്ല, എൻ്റെ വിഷമോ എൻ്റെ വേദനയൊക്കെ എനിക്ക് ദൈവമേ നീ ഉള്ളൂ പറയാൻ, എനിക്ക് വേറെ ആരും ഇല്ല, നീ ഉള്ളു എന്നെ ഒന്ന് കേൾക്കാൻ എന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന്, ആത്മീയ അന്തരീക്ഷത്തിൽ നിന്ന് പറയുന്നത്. ജെറമിയ പറയുന്നത്, ജെറമിയ നോക്കിയപ്പോൾ കർത്താവ് വിളിച്ചത്, കർത്താവാണ് ഈ പരിപാടി ഏൽപ്പിച്ചത്, കർത്താവിന് വേണ്ടി ജെറമിയ നിന്നത്, അതുകൊണ്ട് എനിക്ക് പറയാം നീയേ ഉള്ളൂ, നീയാണ് ഈ പരിപാടിയൊക്കെ എനിക്ക് തന്നത്, അതുകൊണ്ട് നീയേ ഉള്ളൂ. ആ ഒരു അർത്ഥത്തിലാണ്, അല്ലാതെ ദൈവത്തിന്റെ ശക്തിയെ കുറച്ച് കണ്ടതുകൊണ്ടോ ദൈവത്തിന്റെ ശക്തിക്ക് പരിമിതി കൊടുത്തുകൊണ്ടോ അല്ല ജെറമിയ സംസാരിക്കുന്നത്. മർത്തായും പറയുന്നത്, മർത്താവ് പറയാം തൻ്റെ വിഷമങ്ങളെല്ലാം ഈശോ അവിടെയുണ്ട്, ഈശോയുടെ അടുത്ത് വന്നിട്ട് പരാതി, എനിക്ക് എൻ്റെ സഹോദരിയെ കുറിച്ച് ഒരു പരാതിയുണ്ട്, നിന്റെ അടുത്ത് ഞാൻ പറയുക. അവളൊന്നും ചെയ്യുന്നില്ല, അവളൊന്നും ഗവനിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ആത്മീയ അന്തരീക്ഷം. അല്ലാതെ പഴയ നമ്മൾ കാണുന്നുണ്ട്, ഇസ്രായേൽ ജനം ഓരോന്ന് കിട്ടാതാവുമ്പോൾ ദൈവത്തോട് പരാതി പറയുന്നത്, പിറുപിറുക്കുന്നത്. അവര് ദൈവത്തെ വിസ്മരിക്കുക. അതല്ല, ദൈവത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള പരാതിയല്ല, ദൈവത്തെ ഓർത്തുകൊണ്ട് നിന്റെ ജീവിതത്തിന്റെ പരാതികൾ. അത് രണ്ട് വ്യത്യാസമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം ഓരോ പ്രാവശ്യവും വെള്ളം കിട്ടാതെ വന്നപ്പോൾ, ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ, ചെങ്കടലിന്റെ മുമ്പിൽ നിന്നപ്പോൾ, ഇറച്ചി കിട്ടാതെ വന്നപ്പോഴൊക്കെ അവർ പരാതി പറയുമ്പോൾ അവർ ദൈവത്തെ വിസ്മരിച്ചു, ദൈവശക്തിയെ കുറച്ച് കണ്ടു. അത് പാപമോ? ഇതങ്ങനെയല്ല. ദൈവത്തിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ മുമ്പിൽ വന്ന് നീയേ ഉള്ളൂ എനിക്കിതൊക്കെ പറയാൻ, എനിക്ക് വേറെ ആരുമില്ല എനിക്കിതൊക്കെ പങ്കുവെക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവെക്കലിന്റെ പ്രാർത്ഥനയുടെ മറ്റൊരു രൂപം തന്നെയാണ് ഈ പിറുപിറുക്കിലൂടെ പ്രകടമാകുന്നത്. ഒരുപക്ഷെ നമ്മൾക്ക് ജോലിയുടെ തിരക്കുണ്ടാകാം, പകലിന്റെ അധ്വാനത്തിന്റെ ക്ഷീണമുണ്ടാകാം, നൈറ്റ് ഡ്യൂട്ടി ചെയ്തതിന്റെ ക്ഷീണം ആയിക്കോട്ടെ. നമുക്കൊക്കെ ശാരീരിക ക്ഷീണം ഉണ്ടെങ്കിലും ആത്മാവിൽ ഒരു ഉണർവ് പാലിക്കാൻ പറ്റണം. ആത്മാവിൽ ഒരു ദൈവസ്നേഹം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും സൂക്ഷിക്കണം. ആത്മാവിൽ ദൈവത്തോടൊരു ആലോചന നമ്മൾ എന്നും എടുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരം ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കാനുള്ള ഒരു ആത്മീയ അന്തരീക്ഷം പടുത്തുയർത്താനുള്ള പരിശ്രമം നമ്മൾ നടത്തുന്നത്. സങ്കീർത്തനങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവ് വചനം പറയുന്നു, നിങ്ങൾ ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ഉറങ്ങുമ്പോഴും തൻ്റെ മക്കൾക്ക് വേണ്ടത് കർത്താവ് നൽകുന്നുവെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴും കർത്താവ് നമുക്ക് വേണ്ടത് തന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ? കർത്താവ് ഉറങ്ങാതെ അവന്റെ സ്നേഹം കൊണ്ടും അവന്റെ സാന്നിധ്യം കൊണ്ടും നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് നാളെ സംഭവിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ട സ്വപ്നങ്ങളെക്കുറിച്ച് ദൈവം പ്രവർത്തന നിരതനാണെന്ന് അർത്ഥം. ദൈവം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. തമ്പുരാൻ എപ്പോഴും നമ്മുടെ ഹൃദയമാകുന്ന വാതിലിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തുറന്നു കൊടുക്കുന്നവൻ്റെ കൂടെയാണ് കർത്താവ് ഭക്ഷണത്തിനിരിക്കുന്നതെന്നാണ് വചനം പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഇപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നിന്റെ പരാതികൾ പങ്കുവയ്ക്കുന്നതിനെ കുഴപ്പം, നിന്റെ പരിഭവങ്ങൾ തമ്പുരാൻ പറയുന്നതിനെ കുഴപ്പം, നിന്റെ ഹൃദയത്തിൻ്റെ നിന്റെ ആത്മാവിൻ്റെ ഇംഗിതങ്ങളും നൊമ്പരങ്ങളും ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവെച്ചിട്ടില്ലാത്ത നിന്റെ ജീവിതത്തിൻ്റെ മൗന നൊമ്പരങ്ങളും ഇറക്കി വെക്കാനല്ലേ കർത്താവ് ഈ അൾത്താര തന്നിരിക്കുന്നേ. കർത്താവ് തൻ്റെ ശരീരവും രക്തവും മുറിച്ച് ബലിയായി തീരുന്നത് ഈ അൾത്താരയിലല്ലേ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും, നിന്റെ സകല വേദനകൾക്കും, നിന്റെ സകല മുറിവുകൾക്കും, നിന്റെ സകല ജീവിതത്തിന്റെ നൊമ്പരങ്ങൾക്കുള്ള ഉത്തരവല്ലേ ഈ അൾത്താര. ഇവിടെയാണ് യേശു എനിക്കും നിനക്കുമായി അവന്റെ സ്നേഹത്തിന്റെ പൂർത്തീകരണമായി മുറിക്കപ്പെട്ടത്, അറക്കപ്പെട്ടത്, ഒരു കുഞ്ഞാടിനെ പോലെ അറക്കപ്പെട്ട് എനിക്ക് നിനക്കുമായി അപ്പവും വീഞ്ഞുമായി തീർന്നത്, അല്ലെങ്കിൽ ഭക്ഷണവും പാനീയമായി തീർന്നത് ഈ അൾത്താരയിലാണ്. ഇവിടെയാണ് ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ പൂർണ്ണത ഓരോ പ്രഭാതത്തിലും വെളിപ്പെടുത്തുന്നത് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് പങ്കുവയ്ക്കാൻ, നമുക്ക് ജീവിതത്തെ ചേർത്ത് പിടിക്കാൻ, നമുക്ക് വേദനകൾ പറയാൻ, നമ്മുടെ വിഷമങ്ങൾ പറയാൻ നമുക്കൊരു അൾത്താരയുണ്ട്, ഒരു ബലിപീഠമുണ്ട്. പഴയ നിയമത്തിലെ കള്ളനാണെങ്കിൽ പോലും അവൻ എന്തെങ്കിലും കൊള്ളയോ ചതിയോ വഞ്ചനയോ എന്ത് തെറ്റ് ചെയ്തെങ്കിൽ പോലും അവനെ കൊല്ലാൻ ഓടിച്ചിടുമ്പോ അവൻ ഓടി ബലിപീഠത്തെ വന്ന് കെട്ടിപ്പിടിച്ച പിന്നെ അവനെ തൊടാൻ പാടില്ല. നോക്കിക്കേ, അവനെ എന്ത് നെറികെട്ടവനാണെങ്കിലും, അത് ഏത് മാരകഭാവം ചെയ്തവനാണെങ്കിലും, നിയമം അനുസരിച്ച് അവൻ കൊല്ലപ്പെടേണ്ടവനാണെങ്കിലും അവൻ ഓടി, അവന് ഈ ഒരു ശിക്ഷ ലഭിക്കുന്നതിന് ഓടി അവൻ അൾത്താരയ്ക്ക് മുമ്പിൽ വന്നിട്ട് ബലിപീഠത്തെ കെട്ടിപ്പിടിച്ച പിന്നെ അവനെ തൊടാൻ പാടില്ലെന്ന്. ഹല്ലേലൂയ. അത് ഈ പുതിയ നിയമത്തിന്റെ ബലിപീഠമായ കർത്താവിന്റെ ശരീരവും രക്തവും മുറിയപ്പെടുന്ന, ചിന്തപ്പെടുന്ന ഈ അൾത്താരയിൽ കെട്ടിപ്പിടിക്കുന്നവന്റെ സകല പാപങ്ങളെയും കർത്താവ് വിശുദ്ധീകരിക്കില്ലേ? ചങ്കുപൊട്ടി, കർത്താവ് എനിക്ക് തെറ്റുപറ്റി, എനിക്കൊരു വീഴ്ച പറ്റി, എനിക്ക് സ്നേഹിക്കാൻ പറ്റിയില്ല, എനിക്കപ്പോൾ ക്ഷമിക്കാൻ പറ്റിയില്ല, ആ ബലഹീന നിമിഷത്തിൽ ഞാൻ പാപം ചെയ്തു പോയി, ഞാൻ ഇടറിപ്പോയി, ഞാൻ തെറ്റ് ചെയ്തു, വിശുദ്ധി നഷ്ടപ്പെട്ടു എന്ന് ചങ്കുപൊട്ടി ഹൃദയം മുങ്ങി ആൾത്താരുടെ മുമ്പിൽ നിന്ന് കണ്ണുനീരൊഴുക്കുന്നവനെ കർത്താവ് തിരിച്ചെടുക്കാതിരിക്കോ, സ്നേഹിക്കാതിരിക്കോ, അവനൊരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് സംരക്ഷിക്കില്ലേ? അതല്ലേ പാപത്തിൽ പിടിക്കപ്പെട്ടൊരു സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ആ വലയത്തിൽ അവര് പോറൽ പോലും ഏൽക്കാതെ അല്ലേ അവൾ തിരികെ പോകുന്നത്? പാപത്തിൽ പിടിക്കപ്പെട്ടവൾ, അവള് കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ളതാണ് നിയമം. കല്ലെറിഞ്ഞു കൊല്ലണം. അങ്ങനെ പാപത്തിൽ പിടിക്കപ്പെട്ടവള് കയ്യോടെ പിടിക്കപ്പെട്ടവള്, കയ്യോടെ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ആക്ട്, പാപം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവളെ പിടിച്ചതാ. നമ്മളിത് പത്രങ്ങളിലൊക്കെ വായിക്കുന്നില്ലേ, ചിലയിടത്തൊക്കെ അങ്ങനെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും പ്രണയിച്ചവന്റെ കൂടെ പോകാൻ, അല്ലെങ്കിൽ അവിടെ പോകാൻ, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് പിടിക്കപ്പെട്ടു. അങ്ങനെ പിടിക്കപ്പെട്ടവളാണ് ഇവൾ. എന്ത് പാപം ചെയ്തുകൊണ്ടിരുന്നപ്പോ, വ്യഭിചാരം ചെയ്തുകൊണ്ടിരുന്നപ്പോ പിടിക്കപ്പെട്ട സ്ത്രീ അവളെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. എന്തിനാ? നിയമം അനുസരിച്ച് അവള് കൊല്ലപ്പെടണം. പക്ഷേ തമ്പുരാന്റെ അടുത്ത് വന്നപ്പോ അവൾ അനുഭവിച്ചൊരു സുരക്ഷിതത്വം കണ്ടോ? അവൾ അനുഭവിച്ചൊരു സ്നേഹത്തിന്റെ വലയം കണ്ടോ? അവൾ അനുഭവിച്ച കാരുണ്യത്തിന്റെ ഒരു വലയം കണ്ടോ? ക്ഷമയുടെ ഒരു വലയം കണ്ടോ? ന്യായമായി വിധിക്കുന്ന കർത്താവിന്റെ ഒരു സ്നേഹം കണ്ടോ? ആ വലയത്തിൽ വന്നതുകൊണ്ടല്ലേ അവൾ രക്ഷപ്പെട്ടെ. അല്ലെങ്കിലോ? ഞങ്ങള് സെമിനാരി പഠിച്ച സമയത്ത് നമ്മൾ ഈ ചെല്ലുന്ന ആളുകൾ എല്ലാ മാസവും നമുക്ക് എന്തെങ്കിലും ആക്ടിങ്ങോ നാടകമോ പാട്ടോ ഇപ്പം എന്തെങ്കിലുമൊക്കെ അങ്ങനെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഒരു ദിവസം ഉണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം അറിയാവുന്നതൊക്കെ നമുക്ക് കളിക്കാം. അപ്പോൾ അത് പെർമിഷൻ ഉണ്ട്, ബ്രദറുണ്ട്, അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന പ്രോഗ്രാമാണ്, ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പ്, ഇന്ന ഗ്രൂപ്പ് ഈ മാസമാണെങ്കിൽ അടുത്ത മാസം ചിലപ്പോൾ അടുത്ത ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കഴിവുകളൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സമയമാണ്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ചെറിയ സ്കിറ്റ് കിട്ടണമെന്നൊക്കെ അങ്ങനെ നിർബന്ധമുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ കോമൺ ഉണ്ട്, പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു ഗ്രൂപ്പ് സോങ് ഉണ്ടാകും, ചിലപ്പോൾ ഒരു സോളോ ഉണ്ടാകും, പിന്നെ ഒരു സ്കിറ്റ് പോലെ ഉണ്ടാകും, ചെറിയൊരു നാടകം ഉണ്ടാകും, ചിലപ്പോൾ വേറെ ഡാൻസ് ഉണ്ടാകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഈ ഒരു സംഭവത്തെ അന്ന് ഞങ്ങൾ ആക്ട് ചെയ്ത് ഓർക്കുകയാണ്. അതായത് ഇത് കർത്താവിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു സീൻ വരിക. കർത്താവിൻ്റെ സമയം, കുറേ പേര് കൂടി ഒരു പാപിനിയ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛന്മാർ ബ്രദേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെണ്ണിൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് കൊണ്ടുവരും. എന്നിട്ട് ഈശോയെ പോലെ ഒരാൾ അവിടെ ഇരുത്തിയിട്ടുണ്ടാവും. എന്നിട്ട് അതിന് മുമ്പിലേക്ക് അങ്ങോട്ട് തള്ളി അങ്ങോട്ട് ഇടും. എന്നിട്ട് ഈ ഡയലോഗ് അങ്ങോട്ട് പറയും. അപ്പോൾ യേശുവിൻ്റെ സമയമാണ്. അപ്പോൾ നമ്മളങ്ങനെ അതിന് മുമ്പ് ബാക്ക്ഗ്രൗണ്ടൊക്കെ പറയുമല്ലോ. അത് കർത്താവിൻ്റെ സമയത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ സമയത്ത് പാപിനിയായ സ്ത്രീ പിടിക്കപ്പെട്ടു, അവളിതാ കൊണ്ടുവരുന്നു എന്നൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ കർത്താവ് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. പിന്നെ അടുത്ത സീൻ, കല്ല് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർ കല്ല് താഴെ ഇട്ടിട്ട് പോകുന്നതാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്ക്രീൻ മാറുകയാണ് 2000 വർഷങ്ങൾക്കിപ്പുറം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു മോഡേൺ സ്റ്റൈലിലാണ് പിന്നെ ഈശോയൊക്കെ വരുന്നത്. സ്ത്രീ അങ്ങനെ ജീൻസ് ഷർട്ടൊക്കെ പെണ്ണിനെ പിടിച്ചുകൊണ്ടിരും, മുന്നിടും. അതുകൊണ്ട് ഇവള് പാപം ചെയ്തവളാണ്, പിടിക്കപ്പെട്ടവളാണ്, ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് തീരുമ്പോൾ കർത്താവ് പറയും, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ. പറഞ്ഞു തീരുന്നേക്കാളും മുമ്പ് ഒരു കൽക്കൂമ്പാരം അവളുടെ മീതെ കിടക്കുന്ന കാണാം. അവർ കല്ല് എറിഞ്ഞ് കൊന്നിട്ട് അവർ പോയി. ഇപ്പോഴത്തെ സിറ്റുവേഷനാണ് എന്ന് പറയുന്ന പോലെയാണ്. പക്ഷേ കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്നാണെന്നറിയാമോ? നമുക്ക് ഒരുപക്ഷെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കുറ്റം വിധിക്കുന്നവരെക്കാൾ ഉപരി പാപം നമ്മളിലുണ്ട്. മറ്റുള്ളവരെ വിമർശിക്കുന്നതിനേക്കാൾ ഉപരി വിമർശനത്തിന് വിധേയമാകേണ്ട ജീവിതത്തിന്റെ അനുഭവങ്ങൾ പേറുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ എങ്കിലും എങ്ങനെയാണോ ഇന്നത്തെ ആധുനിക ലോകത്തിന്റെ സംസ്കാരത്തിൽ എങ്ങനെയാണോ നമ്മുടെ പാപങ്ങൾ പരമാവധി മറച്ചു പിടിച്ചിട്ട് അവരൻ്റെ കുറവിനെ, അവരൻ്റെ ബലഹീനതയെ, അവരൻ്റെ വീഴ്ചയെ എങ്ങനെ പബ്ലിക്കാക്കാന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലായിരുന്നു ക്രിസ്തുവിൻ്റെ മനോഭാവം. വീണുപോയവനെ പോലും ചേർത്ത് പിടിക്കാൻ, ഇടറിപ്പോയവളെ പോലും ചേർത്ത് പിടിക്കാൻ, ഒരിക്കലും ഇനി രക്ഷയില്ല എന്ന് കരുതിയ ജീവിതങ്ങളെ പോലും രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാൻ തക്ക വിധത്തിൽ യേശു തൻ്റെ സ്നേഹത്തിന്റെ വലയം അവൾക്കായി ചേർത്തില്ലേ, അവൾക്കായി തീർത്തില്ലേ? സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ഒരു സ്നേഹ വലയം പ്രിയപ്പെട്ടവരെ നമ്മളെ നിരന്തരം വലയം ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയണം. ആ തിരിച്ചറിവുണ്ടല്ലോ, ആ തിരിച്ചറിവ് തന്നെയാണ് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ പ്രാർത്ഥന. നമ്മൾ ഈ ഒരു തിരിച്ചറിവിട്ട് നമുക്ക് ചുറ്റും ഒരു ദൈവസ്നേഹത്തിന്റെ വലയുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ആ സ്നേഹത്തിന് നിരക്കാത്തത് ചെയ്യാൻ പറ്റുമോ? പാപം എന്ന് പറയുന്നതന്നെ ഈ സ്നേഹവലയം ഉണ്ടെന്നുള്ള ബോധം നഷ്ടപ്പെടുന്നതാണ് പാപം. അതാണ് അവന് സുബോധം നഷ്ടപ്പെട്ടു പോയെന്ന് പറയുന്നത്. ജ്ഞാനത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 2-ാമത്തെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. 15-ാം അധ്യായം 1-2 തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കർത്താവേ, അങ്ങ് എന്നെ സ്വന്തമാക്കി എന്ന് ഞാൻ അറിയുന്നതിനാൽ ഞാനിനി പാപം ചെയ്യില്ല. ദൈവമേ, നീ എന്നെ സ്നേഹിച്ച് സ്നേഹത്തിൽ എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ നീ എനിക്കായി രക്തം ചിന്തി മരിച്ച് എൻ്റെ ആത്മാവിനെ നീ നിന്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ട് സ്വന്തമാക്കി എന്ന് ഞാൻ അറിയുന്നത് കൊണ്ട് ഈ സ്നേഹത്തെ ഞാൻ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് പറയുന്നത്. ഈ സ്നേഹവലയത്തെ കുറിച്ചുള്ള ഒരാത്മാവിന്റെ തിരിച്ചറിയലാണ് യഥാർത്ഥ പ്രാർത്ഥന. ഇത് നമ്മളറിയാം. നമുക്ക് ചുറ്റും ഒരു സ്നേഹത്തിന്റെ വലയുണ്ട്, ഒരു കാരുണ്യത്തിന്റെ വലയം. ഇവിടെ അങ്ങനെ ഒരു കാരുണ്യത്തിന്റെ വലയം അല്ലെങ്കിൽ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മറച്ചു പിടിക്കലിന്റെ ഒരു സുരക്ഷിതത്വം ഉള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇന്നലകളിൽ എത്ര വട്ടം വീഴേണ്ടതായിരുന്നു, എത്രയോ വട്ടം നമ്മൾ വീണു പോകേണ്ടവരായിരുന്നു, എത്രയോ വട്ടം പാപം ചെയ്യേണ്ടവരായിരുന്നു നമ്മൾ. എന്നിട്ട് നമ്മൾ അറിയാതെ എന്തോ ഒരു അദൃശ്യ ശക്തി ആ നിമിഷങ്ങളിൽ നമ്മളെ സംരക്ഷിച്ചില്ലേ? എത്രയോ വട്ടം പാപം ചെയ്തവരാണ് നമ്മൾ. ആ പാപത്തിൽ തുടരാമായിരുന്ന എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ഇപ്പോഴും വീണ്ടും ആ പാപത്തിൽ നിന്നും എഴുന്നേറ്റിട്ട് വീണ്ടും ഒരു വിശുദ്ധ ജീവിതത്തിന്റെ പുതിയ കാൽവെപ്പുകൾ നടന്ന് ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ഇന്നലകളെ കുറിച്ചുള്ള ആകുലതകളില്ലാതെ, ഇന്നലകളുടെ പാപത്തിന്റെ കുറ്റബോധം പേറാതെ ഒക്കെ നമ്മൾ മനസ്സിന്റെ സമാധാനവും സന്തോഷവും എടുത്ത് ഇന്നും നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കില്ല. കാരണം എന്താ? ഈ കാരുണ്യത്തിന്റെ ഒരു വലയുണ്ടല്ലോ, ഈ സ്നേഹത്തിന്റെ ഒരു വലയുണ്ടല്ലോ, അത് നിരന്തരം നമ്മളെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുകൊണ്ടാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു പൊതുജീവിതം, ഒരു വിശുദ്ധ ജീവിതം പോലും സാധ്യമാകുന്നത് ഈ സ്നേഹത്തിന്റെ ഒരു വലയം നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ, നമ്മൾ അംഗീകരിക്കുമ്പോഴാണ്. നമ്മൾ അറിയണം, നമ്മൾ അംഗീകരിക്കണം. ഇത് അംഗീകരിക്കാതിരിക്കുമ്പോഴാണ് ഈ നിരാശയും ഈ ആകുലതയും ഈ ക്ഷമിക്കാൻ പറ്റാത്തതും വെറുപ്പും വിദ്വേഷവും പകയും വൈരാഗ്യവും അശുദ്ധിയും എല്ലാം നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് നമ്മളെ കാർന്ന് തിന്നാൻ തുടങ്ങുന്ന എപ്പോഴാണെന്നറിയാമോ? ഈ ഒരു സ്നേഹത്തിൻ്റെ ദിവ്യമായ പരിശുദ്ധമായ ഒരു സ്നേഹത്തിൻ്റെ വലയത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. അവൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. ആ വലയം എന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാതെ പോകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പലപ്പോഴും ദൈവനിഷേധത്തിൻ്റെ, ദൈവസ്നേഹത്തിന് ചേരാത്ത അനുഭവങ്ങളിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത്.